ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി ഈശോയെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഗുരു, അങ്ങേയ്ക്ക് മനസ്സാകുന്നെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. ഈശോനോട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകപ്പെടുക. പക്ഷെ നീ ചെയ്യേണ്ടത് മറ്റാരോടും നീ പറയരുത്. എന്താണ് ഈ കുഷ്ഠരോഗി ഈശോയെ സമീപിച്ചുകൊണ്ട് സമൂഹം തന്നിൽ കുറ്റാരോപണമായി അല്ലെ രോഗാതുരമായ അവസ്ഥയിൽ ആക്ഷേപിക്കുന്ന കുഷ്ഠരോഗത്തിൻ്റെ അശുദ്ധിയെക്കുറിച്ച് അവൻ ആകുലപ്പെടുന്നത്? ദീർഘകാലം താൻ വഹിച്ചുകൊണ്ട് നടന്ന ഈ കുഷ്ഠരോഗം ഇത് അവൻ്റെ മനസ്സിന് വിട്ടുകൊടുക്കുമ്പോൾ അവൻ മനസ്സാകുന്നെങ്കിൽ താൻ ശുദ്ധിയുള്ളവനായിത്തീരും എന്നവൻ വിശ്വസിക്കുന്നു. ഈ കുഷ്ഠരോഗിയുടെ വിശ്വാസമാണത്. ആ വിശ്വാസം ആഴത്തിലുള്ളതാണ്. ഈശോയെ സമീപിച്ചുകൊണ്ട് അവൻ പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവനാക്കാൻ സാധിക്കും. ഈശോ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനായിത്തീരുക. പ്രിയമുള്ളവരെ, വിശുദ്ധ ബലി അർപ്പണത്തിനായി ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ തിരുവൾത്താരയെ നാം സമീപിക്കുമ്പോൾ മനഃശുദ്ധി, ശാരീരിക ശുദ്ധി, ഹൃദയശുദ്ധി, ഈ ശുദ്ധതകളെ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആകയാൽ അവിടെ നിന്ന് തൊട്ട് സുഖപ്പെടുത്തുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ശുദ്ധതയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.